ശ്രീ ജോമോൻ ചക്കാലക്കൽ. ഗവർണർക്ക് വ്യക്തിപരമായ രാഷ്ട്രീയമാകാം, സ്വകാര്യമായി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ചിത്രങ്ങളെയോ ബിംബങ്ങളെയോ ഒക്കെ പൂജിക്കുകയോ ആദരിക്കുകയോ ഒക്കെയുമാകാം. പക്ഷേ അതിനുമപ്പുറം പൊതുപരിപാടികളിൽ അതിനെ പ്രതിഷ്ഠിക്കാനും പൂജിക്കാനും അതിൽ പങ്കെടുക്കുന്നവരോട് അതിന് നിർബന്ധിക്കാനും ആരാണ് ഗവർണർക്ക് അധികാരം നൽകുന്നത്? ഇരിക്കുന്ന പദവി എന്താണ് എന്നുള്ളത് മറന്നു പോകുകയാണോ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ? അസിത, നമ്മുടെ കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം ജോമോൻ. അസിത, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയ്ക്കകത്ത് നടത്തിയ മുണ്ടുരിയൽ നാടകത്തിന് ശേഷം നടന്ന ഏറ്റവും വലിയൊരു നാടകമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. വാസ്തവത്തിൽ കഴിഞ്ഞ ദിവസത്തെ കൃഷിമന്ത്രിയുടെ പരിപാടിക്ക് ശേഷം കൃത്യമായ ഒരു വിവരണം ഈ ഗവർണറിന്റെ ഭാഗത്തു നിന്നും മന്ത്രിസഭയ്ക്കും അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഭരണഘടന അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ മുൻകൈ എടുത്ത് നടത്തുന്ന ഒരു പരിപാടിയിലും നിലവിളക്ക് കൊളുത്തുകയോ അല്ലെങ്കിൽ ഇപ്രകാരമുള്ള ഭാരതാംബയുടെ ചിത്രങ്ങൾ വെക്കുകയോ ചെയ്യുകയില്ല എന്ന് കൃത്യമായി നിർദ്ദേശം കൊടുത്തിരുന്നു. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ നേരാവണ്ണം നോക്കി വായിക്കാൻ പോലും അറിയാത്ത, അങ്ങനെ പറയുന്നതുകൊണ്ട് ക്ഷമിക്കണം, നേരാവണ്ണം നോക്കി വായിക്കാൻ പോലും അറിയാത്ത നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി അത് എഴുതി പഠിച്ച് കുട്ടികൾ പഠിക്കുന്ന പോലെ തലേ ദിവസം രാത്രി മുഴുവൻ അത് നോക്കി വായിച്ച് പിറ്റേ ദിവസം ഈ നാടകം അവിടെ അവതരിപ്പിക്കാൻ വേണ്ടി അവിടെ പോവുകയാണ്. അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിന് അറിയാം അവിടെ ഭാരതാംബയുടെ ചിത്രം വെച്ചിട്ടുണ്ട്, കാരണം അത് കേരള സർക്കാർ മുൻകൈ എടുത്ത് നടത്തുന്ന ഒരു ഔദ്യോഗിക പരിപാടി അല്ലാമെന്നറിയാമെങ്കിലും അവിടെ പോയി അദ്ദേഹം അത് അവതരിപ്പിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പ്ലാൻ ചെയ്തതുപോലെ, സ്വാഭാവികമായും താങ്കൾ ഉയർത്തുന്ന വാദങ്ങളോട് ഒരുപാട് വിയോജിപ്പുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ചില ഘട്ടങ്ങളിൽ ഇടപെടേണ്ടി വരും എന്നുള്ളത് ഞാൻ ആദ്യം തന്നെ താങ്കളോട് പറയട്ടെ. താങ്കൾ പറയുന്നതിനെ തടസ്സപ്പെടുത്തിയെന്നോ താങ്കളെ പറയാൻ അനുവദിക്കുന്നില്ല എന്നുള്ള പരിഭവത്തിലേക്കോ പോകരുത് ദയവായി. നമുക്ക് ഒരു സംവാദമായി തന്നെ ഇതിനെ ആരോഗ്യകരമായി മുന്നോട്ട് കൊണ്ടുപോകാം. വ്യക്തിപരമായ അധിക്ഷേപത്തിലൂടെയാണ് താങ്കൾ മറുപടി ആരംഭിച്ചത്. അങ്ങനെ വ്യക്തിപരമായ അധിക്ഷേപം താങ്കൾ ഒരു മന്ത്രിക്കെതിരെ നടത്തുമ്പോൾ അത് അദ്ദേഹം MLA ആയിരുന്ന കാലത്തെക്കുറിച്ചാണ് എന്നതുകൂടി പറയുമ്പോൾ നിയമസഭയിലിരുന്ന് പൊതുമധ്യത്തിൽ പറയാൻ പോലും കൊള്ളാത്ത ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ടുള്ള സാമാജികരെയും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ രാജ്യത്ത് എന്നതുകൂടി ഞാൻ അങ്ങേ ഓർമ്മിപ്പിക്കുന്നു. അത് അവിടെ നിൽക്കട്ടെ. എന്തായാലും വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്കും അതിന്റെ മറുപടികളിലേക്കും പോകണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. ഇനി താങ്കൾ പറഞ്ഞ പോയിന്റിലേക്ക് വരുന്നു. താങ്കൾ പറയുന്നത് എന്താണ്? ഗവർണറുടെ വസതി, ഗവർണർ നടത്തുന്ന പരിപാടിയിൽ, ഔദ്യോഗിക പരിപാടിയിൽ ഇത്തരത്തിലുള്ള ചിഹ്നങ്ങൾ ഉപയോഗിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു ഔദ്യോഗിക പരിപാടിയല്ല. ഞാൻ ചോദിച്ചത് ഗവർണറുടെ സ്വകാര്യ വസതിയിൽ നടന്നൊരു പരിപാടിയെ കുറിച്ചല്ല, രാജ്ഭവനിൽ നടന്ന ഭരണഘടനാ പദവി വഹിക്കുന്ന സ്ഥാപനത്തിൽ നടന്ന പരിപാടിയെ കുറിച്ചാണ്. അതിന് ഭരണഘടനാ മൂല്യങ്ങൾ, ഭരണഘടനാ അടിസ്ഥാനമായ നടപടികൾ പാലിക്കേണ്ടതുണ്ട് എന്നതിൽ ഗവർണർക്ക് സംശയമുണ്ടാകും. താങ്കൾക്കും സംശയമുണ്ടോ? അസിത, ഞാൻ കൃത്യമായി പറഞ്ഞല്ലോ. നോക്കൂ, നമ്മുടെ കൃഷിമന്ത്രിയുടെ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഗവർണറുടെ ഓഫീസ് കൃത്യമായി നിർദ്ദേശം കൊടുത്തിരുന്നല്ലോ അസിത, നിങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ ഔദ്യോഗികമായി സംസ്ഥാന സർക്കാർ നടത്തുന്ന ഒരു പരിപാടിയിലും ഭാരതാംബയുടെ ചിത്രമോ അല്ലെങ്കിൽ ഇപ്രകാരമുള്ള നിലവിളക്ക് കൊളുത്തലോ ഒന്നും ഉണ്ടാകുകയില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഗവർണറുടെ ഓഫീസിൽ 5 മിനിറ്റ് നടക്കുന്ന ഒരു പരിപാടിയാണെങ്കിലും അതിന് കൃത്യമായ പ്രിപ്പയർ ഉണ്ട്, പ്ലാൻ ഉണ്ട്, അതിന് പദ്ധതിയുണ്ട്. ഇതെല്ലാം തലേ ദിവസം തന്നെ അറിഞ്ഞ ഇതേ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസും അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറിമാരും പ്രൈവറ്റ് സെക്രട്ടറിമാരും എല്ലാം ഇത് അറിഞ്ഞതാണ്. അവിടെ അതുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കൃത്യമായി എഴുതി വെച്ച കാര്യം